ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. പോലീസ് ആസ്ഥാനത്ത് DGPയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് റിപ്പോർട്ട് വിലയിരുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നാണ് MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ചർച്ച ചെയ്തത്. നിലവിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് സംഘം വിശദമായി പരിശോധിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നാണ് വിവരം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം തൃശൂർ പൂര വിവാദവും RSS കൂടിക്കാഴ്ചയുമാണ് MR അജിത് കുമാറിനെതിരെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. RSS കൂടിക്കാഴ്ചയിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നിലപാടും നിർണായകമായി. എന്നാൽ പൂരവിവാദത്തിൽ DGPയുടെ റിപ്പോർട്ടാണ് അജിത് കുമാറിന് വിനയായത്. അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയെങ്കിലും കൂട്ടിച്ചേർക്കലോടുകൂടിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് അന്വേഷണ റിപ്പോർട്ട് എത്തിയത്. അജിത് കുമാറിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള DGPയുടെ റിപ്പോർട്ട് അവഗണിച്ചാൽ ഭാവിയിൽ കോടതികൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന തിരിച്ചറിവും ഇതുവരെ അജിത് കുമാറിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മാറി ചിന്തിക്കുന്നതിന് കാരണമായി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ അഖിലേന്ത്യാ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ കേന്ദ്രം എന്ത് നിലപാടെടുക്കുമെന്നതും സർക്കാരിന് മുന്നിലുള്ള പ്രതിസന്ധിയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയാൽ ഫയർഫോഴ്സ് മേധാവിയായോ ജയിൽ മേധാവിയായോ നിയമിക്കുന്നതാണ് സർക്കാർ പരിഗണിക്കുന്നത്. അതേസമയം അജിത് കുമാറിനെ മാറ്റിയാൽ PV അൻവറിന്റെ വിജയമല്ല, മറിച്ച് CPIയുടെ വിജയമാക്കി മാറ്റാനും ശ്രമമുണ്ട്. ഒപ്പം റിപ്പോർട്ട് വന്ന ശേഷം അജിത് കുമാറിന് നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി ഭരണപക്ഷം ചർച്ചയാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും KK പ്രശാന്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഒപ്പം ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് മറുവശത്ത് നിൽക്കുന്നു. CPI നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. നമുക്കറിയാം, ഇടതുമുന്നണിയെ സംബന്ധിച്ച് CPI അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. 4 മന്ത്രിമാർ, 17 MLA മാർ അങ്ങനെ അടങ്ങിയ ഒരു മുന്നണിയാണ് CPI എന്ന് പറയുന്നത്. എന്തായിരിക്കും സർക്കാർ ഇതിൽ സ്വീകരിക്കുക പ്രശാന്ത്? അശ്വതി, ഈ വിഷയത്തിലേതെങ്കിലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയത് അന്വേഷണം നടക്കുകയാണല്ലോ, അതിനുശേഷം ഇതിന്റെ നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഏതായാലും റിപ്പോർട്ട് വിശദമായി DGPയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തും. അതിനുശേഷം ആഭ്യന്തര സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുക. സ്വാഭാവികമായും IPS ഉദ്യോഗസ്ഥനാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര ട്രിബ്യൂണലിലേക്ക് വരെ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കൂടി സർക്കാരിന് പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം പ്രധാനപ്പെട്ടത് CPI അടക്കം നിൽക്കുന്ന എതിർപ്പുകളാണ്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ ഇനി തുടരാൻ അനുവദിക്കില്ല നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. കാരണം തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് വലിയ പങ്ക് MR അജിത് കുമാറിനുണ്ട് എന്ന് തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ നടപടി വേണം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ പൂരം അലങ്കോലമായതിനപ്പുറത്തേക്ക് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് RSSനെ നിരന്തരം എതിർക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് CPI കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉന്നയിക്കുന്ന. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. അതിനേക്കാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് CPIയുടെ നിലപാട് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, P ശശിക്കെതിരെയൊക്കെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും PV അൻവർ വിഷയത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നടപടിയിലേക്ക് പോകുന്നത്. CPI എടുത്ത കടുംപിടുത്തം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതങ്ങനെ കൂടിയാലോചന ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമല്ലാതെ നടപടിയെടുക്കാൻ സർക്കാരിന് സാധ്യമല്ല. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലും നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം സർവീസ് ചട്ട ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും.